അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലൈറ്റ് മീറ്റ് ട്യൂണ. ഇതിൻ്റെ കൂടെ സോസേജും ചേർക്കുന്നുണ്ട്. സോസേജിനെ അറിയാമല്ലോ, പ്രവാസികൾ ബാച്ചിലേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കറി വെച്ചും ഫ്രൈ ചെയ്തും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേണ്ട ആവശ്യ സാധനങ്ങൾ: സവാള, പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിയാപ്പില, ബട്ടർ, കോൺഫ്ലവർ, പിന്നെ ഒരു 4 കൂട്ടം സോസ് ഉണ്ട്. ഇത് ഹോട്ട് സോസ്, ഇത് ടൊമാറ്റോ കെച്ചപ്പ്, സോയ സോസ്, ഓയിസ്റ്റർ സോസ്, 4 കൂട്ടം സോസ്. ഇനി ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഓയിലും ബട്ടറുമാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. അത് ഒരു അത്യാവശ്യം ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒന്ന് ഇറക്കണം. ഇനി നമുക്ക് ലൈറ്റ് മീറ്റ് ട്യൂണ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് അത്യാവശ്യം ഇളക്കണം. ട്യൂണ ശകലം ഒന്ന് വെന്തോട്ടെ. ഹാഫ് ബോയിൽഡ് ആണ് സാധനം. കാരണം ഇതിൻ്റെ കൂടെ കൂട്ടത്തിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കാം. ഈ സോസേജും ട്യൂണ എൻ്റെ കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കരിയാപ്പിലയാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പില ഇപ്പം ആഡ് ചെയ്യുന്നു. അപ്പം ഞാൻ അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 നുള്ള് മഞ്ഞൾ പൊടി. ഇനി അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ഇഞ്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് ഇത് മതി, പെരുംജീരകപ്പൊടി മതി. പിന്നെ അതേപടി ഒരു ശകല ഗരം മസാല. ഇത് ഓപ്ഷനിലാണ്. ഒലിവ് ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് മാർക്ക് ഇട്ടട്ടെ. നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലോട്ട് സവാള ആഡ് ചെയ്യാം. സവാള, അതേപോലെ തക്കാളി അരിച്ച് വെച്ചേക്കുന്നത്, പിന്നെ പച്ചമുളക്, ഇത് 3 കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 3-5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കാം. അപ്പം നമുക്കിനി സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഹോട്ട് സോസ് 1 ടേബിൾ സ്പൂണ്, അതേപോലെ ഓയിസ്റ്റർ സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ സോയ സോസ് അത് 1 ടേബിൾ സ്പൂണ്, അതുപോലെ ടൊമാറ്റോ സോസ് അത് 1 ടേബിൾ സ്പൂൺ. ഇത്രയും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ പാകത്തിന് ഇടുക. ഇനി ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചേക്കാണ്. കറിക്ക് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ശകലം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇപ്പോൾ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, അതേപോലെ പുതിന. അത് കുറച്ചേ ഉള്ളൂ, തീരെ ഒരു പൊടിക്ക് വേണ്ടി 2 ഇല മാക്സിമം.
അത് നിങ്ങൾ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആ ടേസ്റ്റ് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാവരും ഈ അതേപോലെ വീട്ടിൽ ജൂലിയം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കമന്റ് ബോക്സിൽ അഭിപ്രായം എഴുതുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കൺ ഒന്ന് പൊട്ടിച്ചേക്ക്. അപ്പം ഇനി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ച് നിർത്തുന്നു.